സുഹൃത്തുക്കളെ സ്വാഗതം. എല്ലാം സൂപ്പർ, ഒന്നും ഒരു കുറവും വരുത്താൻ പാടില്ല. കുട്ടികൾക്ക് അവരുടെ പെർഫോമൻസും എല്ലാം സൂപ്പറാണ്. ഈ രൂപത്തിൽ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ള ഒരു വിദേശ സംസ്കാരത്തിൻ്റെ അനുകരണം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. വിദേശികൾ ഒരിക്കലും എന്തെങ്കിലും മോശമാണെന്ന് പറയുകയില്ല. എനിക്ക് രസകരമായ ഒരു അനുഭവം ഉണ്ടായത്, ഒരു വിദേശ വനിതയ്ക്ക് ദോശയും തേങ്ങ ചട്നിയും കൂടെ കൊടുത്തു. അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവരിഷ്ടപ്പെട്ടു മേടിച്ചതാണ്. അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് ചൂടായിരിക്കും, എരിവായിരിക്കും, അത് സാരമില്ല എന്ന് പറഞ്ഞിട്ട് അവർ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ നെറ്റിയെ കൂടെ വേർപ്പ് പൊടിഞ്ഞ് സൈഡിൽ കൂടെ ഒഴുകാൻ തുടങ്ങി. അതുപോലെ അവർ വിഷമിച്ചു. സാധാരണ തേങ്ങ ചട്നി നമ്മളൊക്കെ കഴിക്കുന്നതാണ്. പക്ഷെ അവരന്നേരവും പറഞ്ഞു, ഇറ്റ്സ് വെരി നൈസ്, ഇറ്റ്സ് സോ ടേസ്റ്റി, ഇങ്ങനെയൊക്കെ പറഞ്ഞ്. അത് കഴിക്കേണ്ട കാര്യമുണ്ടോ? അവർ പറഞ്ഞ പോലെ എനിക്കിത് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, നമ്മളതിന് വേറെ എന്തെങ്കിലും കൊടുക്കും. പക്ഷേ അവരുടെ പൊലൈറ്റ്നെസ്സാണ് കാണിക്കുന്നത്, അവരുടെ ഡിപ്ലോമസിയാണ് കാണിക്കുന്നത്. ഇത് നമ്മൾ അനുകരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? പിള്ളേർ എന്ത് തെറ്റ് ചെയ്താലും നൈസ്, വെരി നൈസ് എന്ന് പറഞ്ഞ് അങ്ങനെ പിള്ളേരെ വളർത്തുകയാണോ വേണ്ടത്? നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഈർക്കൽ തിരിച്ചു കൊണ്ടുവന്ന് വെച്ചാൽ ഈർക്കൽ കാട്ടി അവനെ ഭയപ്പെടുത്തുകയോ വേണ്ടി വന്നാൽ ഒന്ന് കൊടുത്തും വളർത്തുകയല്ലേ നല്ലത്. അതല്ലേ ഒരു സന്തുലിതാവസ്ഥ. അത് സ്കൂളുകളിൽ ഇപ്പം ടീച്ചേഴ്സ് തൊട്ട് പോകാൻ പാടില്ല. ടീച്ചേഴ്സ് അടിച്ചാൽ ടീച്ചേഴ്സിന് അടി വീഴും. അതല്ലെങ്കിൽ അവർ ഒരുപാട് അതിന് വേണ്ടിയുള്ള എക്സ്പ്ലനേഷൻസ് എല്ലാം എഴുതി കൊടുക്കേണ്ടിയൊക്കെ വരും. ഇതെല്ലാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചയിൽ അങ്ങ് പോവുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നന്നായിട്ട് വളർന്നു വരും. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു തോൽവികൾ, കഷ്ടനഷ്ടങ്ങൾ, ഇതെല്ലാം അവനെ സ്വീകരിക്കാൻ, നല്ല മനോഹരമായിട്ട് തോൽവിയെ അഭിമുഖീകരിക്കാനും സ്വീകരിക്കാനും തെറ്റുതിരുത്താനും ഒരു കുഞ്ഞിന് കഴിയണമെങ്കിൽ അവൻ തോൽക്കണം. അവൻ്റെ തോൽവി തന്നെയാണെന്ന് അവന് മനസ്സിലാകണം. ആ തോൽവിയിൽ നിന്ന് അവൻ എങ്ങനെ പുറത്തു വരാമെന്ന് അവനെ മനസ്സിലാക്കി കൊടുക്കാൻ മാതാപിതാക്കൾക്ക് ഒന്നാമത്തെ കടമ, രണ്ടാമത് സ്കൂളുകളിലും കടമ. അല്ലാതെ എന്ത് ചെയ്താലും സൂപ്പർ, കുട്ടികളെ ഉപദേശിക്കരുതെന്നേ. ഉപദേശിക്കുന്നത് വലിയ പോരായ്മയാണ്. ഉപദേശം എന്നുള്ള വാക്ക് തന്നെ നമ്മുടെ നിഘണ്ടുവിൽ നിന്ന് വെട്ടിക്കളയണമെന്നുള്ള രീതിയിലാണ് ഓരോരുത്തർ പറയുന്നത്. എന്നാൽ പ്രായോഗികമായിട്ട് ചിന്തിച്ചാൽ ഈ പുസ്തകങ്ങളിൽ കൂടെയും പ്രസംഗങ്ങളിൽ കൂടിയും പഠിപ്പുകളിൽ കൂടെയും എല്ലാം അവർക്ക് കിട്ടുന്ന ഉപദേശം തന്നെയാണ്. പക്ഷെ ഉപദേശം കൊടുക്കരുതെന്നൊരു എങ്ങനെയോ ഒരു ധാരണ നമ്മുടെ സമുദായത്തിൽ വന്നുപോയി. അതൊരു വലിയ തെറ്റായ ധാരണയാണ്. കുട്ടികളെ വേണ്ട വിധത്തിൽ, വേണ്ടപ്പോൾ, വേണ്ടയിടത്ത് വെച്ച് ശിക്ഷിച്ച്, ശാസിച്ചും ഉപദേശിച്ചും അഭിനന്ദിച്ചും ശ്ലാഘിച്ചും വളർത്തിക്കൊണ്ടുവന്ന് അവന് സമനില കിട്ടുള്ളൂ. അതല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാനും നിങ്ങളുടെ ഒപ്പമല്ലേ, എനിക്കെന്താണ് കുറവുള്ളത് എന്നുള്ള ഒരു ധാരണയിലാണ് ഇവൻ വളർന്നു വരുന്നത്. അധ്യാപകരെ വകവയ്ക്കാതിരിക്കാനും മാതാപിതാക്കളോട് തട്ടിക്കയറാനും ഒക്കെ കുട്ടികൾക്ക് കഴിയുന്നത് ഈ ഒരു ധാരണ കൊണ്ടാണ്. തെറ്റിദ്ധാരണ, വലിയ തെറ്റിദ്ധാരണയാണ്. അവനെ ശിക്ഷിച്ചും ശാസിച്ചും വളർത്താത്തതിലുള്ള കുഴപ്പമാണ്. ഇപ്പോൾ നമ്മൾ ധാരാളമായിട്ട് പത്രത്തിലൊക്കെ വായിക്കുന്നുണ്ടല്ലോ, അപ്പനെയും അമ്മയൊക്കെ കൊച്ചുകുട്ടികളല്ല, അവരൊക്കെ യുവാവസ്ഥയിലെത്തിക്കഴിയുമ്പം കൊല്ലാൻ പോലും മടിക്കാത്ത കുട്ടികളാണ് എന്ന് നമ്മുടെ സമുദായത്തിൻ്റെ ഉള്ളിലുള്ളത്. ഇത് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കേണ്ടതല്ലേ? കുട്ടികളെ നമ്മൾ സന്തുലിതാവസ്ഥയിൽ വളർത്താൻ ഉള്ള ശ്രമം നടത്തണം. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒരു രക്ഷയുണ്ട്. അതല്ലെങ്കിൽ ഈ പോക്കങ്ങ് പോയാൽ ഇത് എവിടെ ചെന്ന് നിലകുത്തുമെന്ന് ആർക്കും അറിയാൻ പാടില്ല. നമ്മളൊരു വിചിന്തനത്തിന് തയ്യാറാകേണ്ടതല്ലേ? ഓക്കെ, എല്ലാവർക്കും നന്ദി.